പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 9-ാം മാസത്തിൻ്റെ 7-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ വചന സന്ദേശത്തിൽ പങ്കാളികളാകുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങൾക്കും ദൈവദാസന്മാർക്കും കർത്താവിൻ്റെ ദാസിമാർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. ഈ പ്രഭാതവും ദൈവസേനയിൽ വചന സന്ദേശത്തിനായി നമുക്ക് പ്രാർത്ഥനയോടുകൂടെ അടുത്തു ചെല്ലാം. 89-ാം സങ്കീർത്തനത്തെ സങ്കീർത്തനക്കാരൻ പാടുന്നു, ജയഘോഷം അറിയുന്ന ജനത്തിന് ഭാഗ്യം. യഹോവേ, അവർ നിന്റെ മുഖപ്രകാശത്തിൽ നടക്കും. യുദ്ധത്തിലായാലും പരീക്ഷയിലായാലും ജയിക്കുന്ന വ്യക്തിക്ക് സന്തോഷം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അതിൻ്റെ പ്രകടനങ്ങളിൽ മാത്രം വ്യത്യാസമുണ്ടെന്നേയുള്ളൂ. ജയത്തിനു മുമ്പേ ജയഘോഷം കൊള്ളുന്നവർ 2 കാര്യങ്ങൾ ഉറപ്പാക്കിയിരിക്കണം. ഒന്നാമതായി കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ്. രണ്ടാമതായി ശത്രു തോറ്റവനാണെങ്കിലും അവൻ അടങ്ങിയിരിക്കുന്നവൻ അല്ലെന്നും അവൻ വിവിധ തന്ത്രങ്ങൾ മെനഞ്ഞ് പ്രലോഭനങ്ങളിൽ കൂടെയോ ഭീഷണിയിൽ കൂടെയോ നമ്മെ ചതിച്ച് തോൽപ്പിക്കുവാൻ സാധ്യത ഉള്ളതുകൊണ്ട് നാം അവൻ്റെ തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാതെ മുന്നോട്ട് പോകുന്നു എന്ന ഉറപ്പും പ്രാപിച്ചിരിക്കണം. അങ്ങനെയെങ്കിൽ യുദ്ധത്തിന് മുമ്പേ നമുക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം. ആമേൻ. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും സംരക്ഷണയിൽ വസിക്കുകയും ചെയ്യുന്നു എന്ന് നമുക്ക് തിരിച്ചറിയുവാനിടയാകും. നാം അങ്ങനെ തന്നെ ആയിരിക്കും. സ്വർഗത്തിലെപ്പോഴും സന്തോഷത്തിൻ്റെ പരിപൂർണതയുള്ളതാണ്. എങ്കിലും ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് എതിരായി സാത്താൻ മെനയുന്ന തന്ത്രങ്ങളെ കണ്ടുകൊണ്ട് അവരുടെ മേലുള്ള ജയം മുന്നമേ ഉറപ്പാക്കിയതിൻ്റെ പേരിലുള്ള ജയഘോഷങ്ങൾ നടക്കുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. രോഗമോ ദുഃഖങ്ങളോ സങ്കടങ്ങളോ പ്രതികൂലങ്ങളോ മറ്റ് എന്ത് പ്രതിസന്ധികൾ വന്നാലും അന്തിമ ജയം ദൈവമക്കൾക്ക് തന്നെയാണെന്ന് അറിയുന്ന ഭക്തന്റെ വീട്ടിൽ നിത്യം സന്തോഷ ധ്വനികൾ ഉണ്ടായിരിക്കും. അപ്പോസ്തലന്മാർ അനുഭവിച്ച ഘട്ടങ്ങൾക്ക് കണക്കില്ല. പ്രത്യേകിച്ച് പൗലോസ് അപ്പോസ്തലൻ അനുഭവിച്ച അത്രയും ദുരിതങ്ങൾ ഇന്നൊരു സുവിശേഷകനും അനുഭവിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല. ഇങ്ങനെയെല്ലാം ഉള്ള പ്രതികൂലങ്ങളുടെ നടുവിൽ അവർക്ക് എന്നും ജയോത്സവം തന്നെയായിരുന്നു എന്ന് അവർ അവകാശപ്പെടുന്നു. ആമേൻ, ആമേൻ. ശലോമോൻ പണിത ദേവാലയം തകർക്കപ്പെട്ടുവെങ്കിലും ഇനിയും അതിനേക്കാൾ അധികം മഹത്വമുള്ള ദൈവമഹത്വം വെളിപ്പെടുവാൻ തക്കവണ്ണമുള്ള ഒരു ആലയം ഉയർന്നു വരുമെന്നുള്ള പ്രതീക്ഷയിൽ 2-ാമത്തെ യെരൂശലേം ദേവാലയത്തിന് അടിസ്ഥാനമിട്ടപ്പോൾ ജനമാർത്ത് സന്തോഷിക്കുവാനിടയായി. പ്രതികൂലത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന യെരിഹോ മതിലിൻ്റെ മുന്നിൽ സ്തോത്രം ദൈവജനമാർത്ത് സന്തോഷിക്കുവാനിടയായി. കാരണം സ്തോത്രം മതിൽ അവിടെ മുന്നിൽ നിൽക്കുകയാണ്. എന്നാൽ ഈ പ്രതികൂലം മാറുമെന്ന് ജനം തിരിച്ചറിഞ്ഞ് വിശ്വസിച്ചുകൊണ്ട് ദൈവാലോചനകൾക്ക് ഒത്തവണ്ണം ഒരുമിച്ച് ആർപ്പിട്ടപ്പോൾ പ്രതികൂലം മാറി. പ്രതികൂലത്തിന് മുമ്പാണ് ഒരു ആർപ്പിന്റെ ശബ്ദമുയരുവാനിടയായത്. ആകയാൽ പ്രിയ ദൈവവേദലേ, ജയഘോഷം അറിയുന്ന ജനത്തിന് ഭാഗ്യമുണ്ട് കേട്ടോ. ഈ സ്തോത്രം ഈ വിജയത്തിലും ഈ ഭാഗ്യത്തിലും നിലനിൽക്കുവാൻ ദൈവം നമ്മെയും ഈ പ്രഭാതം ഒരുക്കുമാറാകട്ടെ. ശത്രു നിന്നെ തകർക്കുമെന്ന് നീ ഭയപ്പെടേണ്ട കേട്ടോ. ഒരു ശത്രുവിൻ്റെ തന്ത്രങ്ങൾ നീ കാണുകയോ കേൾക്കുകയോ അറിയുകയോ ചെയ്യുമ്പോൾ നീ ഭയപ്പെടണ്ട. നീ പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ, നീ ദൈവസേനയിൽ വിശ്വസ്തനാണെങ്കിൽ, നീ ആരാധിക്കുന്ന ദൈവവൈദ്യനാണെങ്കിൽ ജയം എന്ന് പകൽക്കാലം നിനക്ക് തന്നെയാണെന്ന് ഹല്ലേലൂയ ജയത്തോടുകൂടെ ഘോഷിച്ചാട്ടെ, ആനന്ദിച്ചാട്ടെ, സന്തോഷിച്ചാട്ടെ. ഈ 9-ാം മാസം ഒരു ജയത്തിൻ്റെ സ്തോത്രം ഘോഷം നിന്റെ ഭവനത്തിൽ വെളിപ്പെടുക തന്നെ ചെയ്യും. നിന്റെ ജീവിതത്തിൽ സ്തോത്രം ഏതൊക്കെ
തകർച്ചകൾ ആമേൻ സ്തോത്രം ശത്രു കൊണ്ടിടുമെന്ന് നീ ഭയന്നാലും ഇന്ന് പകൽക്കാലം ഇല്ല ആമേ പിശാചേ ആമേൻ സ്തോത്രം എനിക്ക് നിന്നെ എന്നെ നിനക്ക് തകർക്കുവാൻ കഴിയുകയില്ല എന്ന പ്രത്യാശയോടുകൂടെ ആമേൻ ഇന്ന് പകൽക്കാലം ദൈവത്തെ ആമേൻ സ്തോത്രം ഘോഷിച്ചാനന്ദിച്ചാട്ടെ. ഈ പ്രഭാതവും ഹല്ലേലൂയ ഈ ആമേൻ സ്തോത്രം 9-ാം മാസത്തിന്റെ 2ാമത്തെ വിശുദ്ധ ആരാധനയുടെ നടുവിൽ ആമേൻ ഈ പ്രഭാതത്തിൽ ആമേൻ ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ദൈവം നമുക്ക് ഭാഗ്യമൊരുക്കിയല്ലോ. ജയത്തോടുകൂടെ സന്തോഷിച്ചാട്ടെ, ആനന്ദിച്ചാട്ടെ, ഘോഷിച്ചാട്ടെ. ദൈവകരങ്ങളിൽ നമുക്ക് ഏൽപ്പിക്കാം, കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹവും പ്രശാന്തമായ ഒരു നല്ല പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ മാസത്തിന്റെ 2ാമത്തെ വിശുദ്ധ ആരാധനയുടെ നടുവിൽ ഞങ്ങളെ സ്വർഗം കൊണ്ടുവന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതം നാഥാം ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് വിഭജന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാരെ വാത്സല്യ കുഞ്ഞുങ്ങളെ നിറഞ്ഞ ഹൃദയത്തോടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം. രോഗബലഹീനതയിൽ നിന്ന് കർത്താവേ ആമേൻ സ്തോത്രം എനിക്ക് ജയിക്കുവാൻ കഴിയുന്നില്ല, ആമേൻ ജയഘോഷം കൊള്ളുവാൻ കഴിയുന്നില്ല എന്ന് ഭാരപ്പെടുന്ന ദൈവ കുഞ്ഞുങ്ങൾ ഇന്ന് പകൽക്കാലം ശക്തി പ്രാപിച്ച് പുതുശക്തിയോടുകൂടെ ദിവസങ്ങളിൽ ബലപ്പെടുവാൻ പരിശുദ്ധാത്മാവ് കൃപ ചെയ്യണമേ. എല്ലാവിധ നന്മകളാൽ നിറയ്ക്കണം, മഹത്വമെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.